ഇത്ര വലിയ ബില്യണറിൻ്റെ ഡോട്ടർ. ഓക്കെ, ഓക്കെ, ബില്യണറല്ല, മില്യണർ. ആ നാട്ടിനും ഈ നാട്ടിനൊക്കെ പോയി ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി, ഗോസ്പലിന് വേണ്ടിയിട്ട് പണവും സംഭാവനയൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ശുശ്രൂഷിക്കുന്ന ഒരു കുടുംബം. നാണമുണ്ടോ? പ്രൈവറ്റായിട്ട് എന്നെ കയറി പിടിച്ചിരിക്കുക. മനസ്സിലായല്ലോ? എനിക്ക് ഇത് പറയണോ മൂടി മറിക്കണോ അറിയത്തില്ല. അങ്ങനെ വർഷങ്ങളും കാലങ്ങളും കടന്നുപോയി. 20 വർഷത്തിന് മുകളിലായി. ആകാൻ പോന്നു, ആയിക്കാണും. വിശ്വസിക്കുമോ? സോ ഒരു NRIയുടെ രൂപത്തിൽ ഇവിടെ പമ്മി ഒളിഞ്ഞിരിക്കുക കേരളത്തിൽ. തിരുവല്ലയിലോ മഞ്ഞാടിയിലോ നിർണത്തിലോ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ എവിടെയെങ്കിലും. കേരളം അവരുടെ മാത്രം സ്വന്തമല്ല. പണ്ട് കാലം മുതലേ ഈ ഫോറിനേഴ്സിന് ഒരു കണ്ണുണ്ട് ഇന്ത്യയുടെ പുറത്തും കേരളത്തിലുമൊക്കെ. ഓക്കെ, സോ നമ്മുടെ സോമറിൻ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പോയിൻ്റ് ദാറ്റ് ഈവൻ ദ പോർച്ചുഗീസ് once happened to come there, but they couldn't get hold of it through their arms or trade, but could have come through the gospel of Jesus Christ. That is different. I am a Christian, but not the Christian that belongs to that denomination. ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, ഇത്രയും വലിയ കോടീശ്വര ആൾക്കാർ പണം ചിലവാക്കാൻ അറിയത്തില്ലെങ്കിൽ, എന്നെപ്പോലെ ഒരു പണ്ട് ചെറിയ ചെക്കനായിരുന്നല്ലോ പിടിച്ചിട്ട് എൻ്റെ പുറകെ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, എനിക്ക് എന്താണ് വേണ്ടേ. സോ എനിക്ക് വല്ല പ്രാർത്ഥന ചെയ്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പനില്ല. നാട് നന്നാവണം, സൊസൈറ്റി നന്നാവണം, നല്ല റോഡ് വേണം, ബ്രിഡ്ജ് വേണം, വീട് വേണം, ജോലി വേണം, ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ. ഇതെൻ്റെ മനസ്സിൽ നിന്ന് ആദ്യം ഒന്നുമില്ല. കുറേ ഇങ്ങനെ നടക്കുക, കറങ്ങി സംസാരിച്ച് ലവേഴ്സിന് പോലെ നടന്ന് പിന്നെ ചേച്ചിയായി ചേട്ടത്തിയായി അമ്മയായി അങ്ങ് പോയി. പക്ഷെ വിട്ടില്ല. ഇപ്പോൾ ഭാര്യയും മക്കളും ആയിട്ട് അവിടെ കുത്തിരുന്നുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തുവാണ്. ഇത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ബിക്കോസ് നിങ്ങളാരും കേൾക്കുന്നില്ലല്ലോ. എൻ്റെ ചെവിയല്ലേ പൊട്ടുന്നത്. നിങ്ങൾക്ക് വേറെ അവിടെ എങ്ങനെ കിട്ടിക്കോളും. പക്ഷേ എനിക്ക് വലിയ ശല്യമാണിത്. ഈ സംസാരം, ഈ ശബ്ദം ഉണ്ടല്ലോ, ഈ മലയാളത്തിൽ പറയുന്ന വാക്കുകളും വർത്തമാനങ്ങളും, മിമിക്രി. ആരിനെ പറ്റിക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ് സ്വരത്തിൽ സംസാരിക്കണമെങ്കിൽ അവർ സംസാരിച്ച് കേൾപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമോ? സോ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ദിസ് ബിഗ് ഇല്യൂഷൻ, ട്രിക്സ്, മാജിക്സ്, എവറിത്തിങ് ബട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഈ മാത്തമാറ്റിക്സും കണക്കും നിനക്കും എനിക്കില്ല. നമ്മുടെ ഇന്ത്യൻ നാട്ടിലെ ആൾക്കാർക്ക് ഉള്ളവർക്ക് അറിയില്ല, അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാകത്തില്ല. സോ ഇത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് നിർത്തണം. എന്നെ ചുറ്റി ഇങ്ങനെ കറങ്ങി ചലിക്കുന്നതൊക്കെ ഇത് ഭയങ്കര ഒരു വൃത്തിയായിട്ട പരിപാടിയാണ്. മനസ്സ് വായിക്കുന്നത്, ചിന്ത വായിക്കുന്നതൊക്കെ ഞാൻ പുറത്ത് പറയാനില്ല, നാണക്കേടാണ്. പക്ഷേ ഇതൊക്കെ പണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പുതിയതല്ല. ഇറ്റ് വാസ് ദാറ്റ് ബിഫോർ. When I was young, it was there. Many people knows that. But ഇതൊന്നുമല്ല വിഷയം. But they are making a nuisance against me and they are torturing me with their auditory noises. That is that I condemn it. It's crime. ഞാൻ പറയുന്ന അതാണ് കുറ്റം. എൻ്റെ മനസ്സ് വായിച്ചു പോയി, മനസ്സിൽ നിന്ന് കട്ടെടുത്ത് പോയി, അത് വേറെ വിഷയം. അതുകൊണ്ട് ഞാൻ പേടിക്കത്തൊന്നുമില്ല. I don't fear that because it was already there and now it is come into their pocket, that machine. And Indians, അയ്യോ ഞങ്ങൾക്ക് കൂടെ, give that. We want that Google servers in our home country also. ഇങ്ങനെ ഞാറി നക്കിക്കൊണ്ട് നടക്കുവാണെങ്കിൽ ഇവരൊക്കെ വിടുവോ? കൊന്നിട്ടല്ലേ വിടുവല്ലോ. They are doing that. Okay, I am not telling about all these things. Okay, നിനക്കും പേടി, എനിക്കും പേടി. ജീവിതത്തിൽ ആരാ പേടിയില്ലാത്ത? ബിക്കോസ് വി ആർ ഓൾ അലോൺ. വി ആർ ഓൾ ഡൂയിങ് സം ജോബ്സ്. ഇനി എന്നെ കൊന്നാലും നിന്നെ കൊന്നാലും ആരും ചോദിക്കാനും പോകുന്നില്ല, ആരും അറിയാനും പോകുന്നില്ല. അതാണ് വിഷയം. നമുക്ക് എല്ലാവരുടെ മനസ്സിലുണ്ട്, ഭയമുണ്ട്, പണവും വേണം. ഇവർ ഇടാതെ വേറെ ആരെങ്കിലും ഇടുമോ? ലഞ്ചം എക്സ്ട്രാ കേട്ടോ. സോ ഞാൻ പറയുന്നത് നിങ്ങളൊന്നും ഒരു ഇതയക്കാനല്ല, ഒരു പുച്ഛിക്കാനല്ല. പണം എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ ഞാൻ ഈ 10-20 വർഷം പണങ്ങളില്ലാതെയും
കൂടുതൽ ആഗ്രഹിക്കാതെ ഞാൻ കഴിഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും അതാണ് കഴിയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ പണങ്ങൾ ആവശ്യമുണ്ട്. ഇവർ കക്കെടുത്തുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. അത്രയും കക്കി എടുത്തുകൊണ്ട് പോയ വിഷയങ്ങൾ, ഇവർ അത് വെച്ച് ഉണ്ടാക്കിയ ലാഭങ്ങൾ, അതിന് എനിക്ക് എൻ്റെ കമ്മീഷൻ, എൻ്റെ പങ്ക് എനിക്ക് വേണം. പല ഡിസൈൻസും പല ഇതും എനിക്ക് ഉണ്ടായിരിക്കും. ഐ എം നോട്ട് ഇന്നോവേറ്റർ, ബട്ട് ഐ നോട്ട് മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. ബട്ട് ഐ ഹാവ് തോട്ട് ആൻഡ് തിങ്സ് ലോട്ട് ഓഫ് തിങ്സ്. ബട്ട് ദേ കനോട്ട് ടേക്ക് ദിസ് അവേ ജസ്റ്റ് ലൈക്ക് ദറ്റ്. ഓക്കെ, നിനക്ക് അത് ഇതൊക്കെ തന്നിട്ടില്ലേടാ, നീ എന്താടാ പേടിക്കുന്നത്? ഞങ്ങൾ നീ പറയുന്നതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഉണ്ടാക്കി വിടുന്നില്ലേ, ഉണ്ടാക്കി കാണിക്കുന്നില്ലേ? നീ ഒരു വാക്ക് പറയാൻ ഞങ്ങൾ ചെയ്ത് കാണിക്കുന്നില്ലേ? സോ ഇതുകൊണ്ടൊന്നും കാര്യമാവില്ല മക്കളെ. അവരവിടെ സുഖിച്ച് കഴിക്കുകയോ കഷ്ടപ്പെട്ട് കഴിയുമോ അതൊന്നും എൻ്റെ വിചാരമല്ല. എന്നെ അവിടെ കുത്തിയിരുന്ന് കഷ്ടപ്പെടുത്തുവാണ്. ഐ ആം സഫറിങ് ലൈക്ക് എനിത്തിങ്. ദേ ആർ മേക്കിംഗ് മീ സഫർ. സംസാരിക്കുന്നു, ശബ്ദം, ഓക്കെ, അത് വേറെ തൊല്ല. ഈ ഓഡിയോസ് ഈ DB കയറ്റുവാണെങ്കിലേ ചുറ്റുപാടിൽ ആർക്കും ഒന്നും കേൾക്കില്ല. പക്ഷേ എൻ്റെ ചെവി പൊട്ടിപ്പോവും, ചത്തും പോവും. എനിക്ക് എൻ്റെ അകത്ത് അത് കുത്തി വെച്ചിട്ടുണ്ട്, ഈ ചിപ്പ് ഇട്ടുകൊണ്ട്, ഇതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അകത്ത് 4 പല്ലുമില്ല, MRIയിൽ കണ്ണും കിട്ടത്തുമില്ല. കേട്ടോ, മനസ്സിലായല്ലോ? സോ ഈ ടെക്നിക്കലായിട്ട് നിങ്ങൾ വല്ല സയൻറ്റിസ്റ്റ്മാരായിട്ട് വന്ന് റിസർച്ചോട് ഇരുന്ന് നിങ്ങൾ ഉണ്ടാക്കി അവിടെ കൂടാരത്തിൽ വെക്കുകയുള്ളൂ. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണം ഇങ്ങോട്ടിട്ട് ഞാൻ എൻ്റെ നിൻ്റെ കൂടാരത്തിൽ വെച്ച് കാണിക്കാം. എന്താ ഞാൻ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്നത്? Why? They are given the power. They even can use anything on any people on anywhere in this world. That's the authority they are having. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ ലോ നിയമമൊക്കെ പഠിച്ചവരായിരിക്കും, മെഡിസിനും ബയോസയൻസും ബയോകെമിസ്ട്രിയൊക്കെ പഠിച്ചവരായിരിക്കും. എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. But the only thing is that I just want a relief from these people. I am not interested in further going out of this. ഇവർ വല്ല നാട് നന്നാക്കുവാനും പുറകെ നടന്ന് ആർക്കാണ് ആഗ്രഹമുള്ള ഈ നാട് നന്നാക്കാൻ? പണം വേണ്ടേ? ദേ ഹാവിങ് ദറ്റ്. ലെറ്റ്സ് സേ യു സേ വിൽ ഡു ഇറ്റ്. ഐ സെഡ് ദേ ഹാവ് ഡൺ ഇറ്റ് ആൻഡ് യു ആർ ഓൾ സീയിങ് ഇറ്റ്, അസൈനിങ് ടു വേരിയസ് പീപ്പിൾ ആൻഡ് വേരിയസ് നെയിംസ്. ഐ ആം ഹാപ്പി. ബട്ട് ദാറ്റ് ഡസൻറ്റ് അസൈൻ ടു മീ, ദാറ്റ് ഡസൻറ്റ് സ്റ്റിക്ക് ടു മീ. ഓക്കെ, സോ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവർ ഫസ്റ്റ് എന്നെയാണ് വിടുന്നത്. ദൈവത്തെ ഓർത്ത് ഈ കണക്ഷൻ ഉണ്ടല്ലോ, ഇത് വേണ്ട എനിക്ക്. ഇവരാരുടെ എന്നെ കയറി പിടിച്ച് ഇങ്ങനെ കുക്കി വെച്ചുകൊണ്ടിരിക്കാനായിട്ട്? ഞാൻ ചിന്തിക്കുന്ന ഒപ്പം ഇവർ കേൾക്കുന്ന ഒപ്പം അവരുടെ വർത്തമാനം ഞാൻ കേൾക്കുന്ന, അകത്ത് പുറത്ത് മാത്രമല്ല അകത്ത് കേൾക്കുന്ന എൻ്റെ തോട്ടിൻ്റെ അവിടെ. ഇറ്റ്സ് ഗ്രേവ് റൈറ്റ്. ഐ ആം എൻ ആനിമൽ. എന്നെ അമേരിക്കയെ കൊണ്ടുപോകും, യൂറോപ്പിൽ കൊണ്ടുപോകും, ടിക്കറ്റും വേണ്ട, വിസയും വേണ്ട, ഒന്നും വേണ്ട. ഈ കുന്തം, ഈ കൊക്കി മാത്രം മതി എനിക്ക്. വല്ല മിനിസ്റ്റേഴ്സിനെ കൊണ്ട് കൊടുക്ക്, അവരുടെ മക്കൾക്ക് കൊണ്ട് കൊടുക്ക്. എന്താ എന്നായിട്ട് ശല്യപ്പെടുത്തുന്നത്? എത്ര വർഷമായി ഇത് സഹിക്കുക? ഒന്ന് പറയാൻ അവിടെ കയറുമ്പോൾ ഇവിടെ കയറുമ്പോൾ എന്നെ കാണണ്ട, മൂടി വയ്ക്കുക. എൻ്റെ അടുത്ത് ഈ വിഷയം സംസാരിക്കണ്ട. അവർക്ക് എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയാം. നോക്കണം. ഈ നാട്ടുകാർക്കും വീട്ടുകാരനും വിടും, നാട്ടുകാർക്കൊക്കെ ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് വലിയ രഹസ്യമായിട്ട് പമ്മി വെച്ചിരിക്കും, പേടിച്ച് കഴിയുക. അണിതും വർഷം നാട്ടിൽ നിന്ന് ഓടിച്ച് ആ മക്കൾക്ക് രഹസ്യം കൊടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതൊന്നും ശരിയല്ല. അവർ വലിയ ഹോസ്പിറ്റലുണ്ടാക്കി, വലിയ ബയോളജി സ്കൂളുണ്ടാക്കി. ഇതൊന്നും എൻ്റെ വിഷയമല്ല. ബാറ്ററി തീർന്നു പോകുന്നു. ഞാൻ സെക്കൻഡായിട്ട് സംസാരിക്കാൻ എടുത്ത്